തിരുവഞ്ചൂർ രാധാകൃഷ്ണനോടാണ് ചോദ്യം. എന്തായിരുന്നു? മുഖ്യമന്ത്രി മൈക്ക് ഓഫ് ചെയ്തതിന് ശേഷം സംസാരിച്ചത് വളരെ മോശമല്ലേ സാർ? ഒരു സെയിം സ്റ്റാൻഡ് അങ്ങനെ എടുക്കാൻ പറ്റുമോ? എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു സ്റ്റാൻഡ്, ഇരിക്കുമ്പോൾ മറ്റൊരു സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ കൃത്യമായി കാര്യങ്ങളെ വിശകലനം ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു സ്പീക്കറാണ്. ആദ്യ നിയമസഭാ സമ്മേളനം കൃത്യമായി തന്നെ അദ്ദേഹം അത് ഹാൻഡ് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. എന്താണ് അതിന് കാരണം? അദ്ദേഹത്തിന്റെ പ്രവൃത്തി പരിചയം, വർഷങ്ങളായിട്ട് MLA ആയി മന്ത്രിയായി ഒക്കെ തുടർന്നതിന്റെ സഭാ നടപടികളെ കൃത്യമായി അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും നല്ല രീതിയിൽ സഭയെ പ്രവൃത്തി പരിചയം കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നത്. ആ നിയമസഭാ സ്പീക്കറെ പോലും പ്രതിരോധത്തിലാക്കിയ VD സതീശൻ എന്തിനും ഏതിനും നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും ബഡ്ജറ്റിലും എവിടെ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്താലും ഒക്കെ VDയുടെ ഈ ഒറ്റയാൻ മൈൻഡ് സെറ്റ് ഒരു വലിയ പ്രശ്നമായി മാറുന്നു എന്നുള്ളതാണ്. നിയമസഭയിൽ കൃത്യമായ ഒരു ഹാൻഡ്ലിങ്ങോട് കൂടി നല്ല ഒരു പേരുണ്ടാക്കി വച്ചേക്കുന്ന നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇന്നും അബദ്ധത്തിൽ പെടുന്നത്. നിയമസഭയിൽ മൈക്ക് ഓഫ് ചെയ്താൽ ആരൊക്കെ എന്തൊക്കെ പറയാം, അതൊന്നും നമ്മൾ റെക്കോർഡിൽ വരില്ലല്ലോ എന്ന്. വിഷയം അതല്ലല്ലോ സ്പീക്കറെ. വിഷയം എന്താണ്? മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ നാടിന്റെ ഏറ്റവും സുപ്രധാനമായ വകുപ്പിൽ ഇരിക്കുന്ന ഏറ്റവും ഒന്നാമത്തെ വ്യക്തി, രാഷ്ട്രീയപരമായി ഈ നാടിനെ മുന്നോട്ട് നയിക്കേണ്ട വ്യക്തി, കൈകാര്യം ചെയ്യുന്ന, മൈൻഡിൽ ഹോൾഡ് ചെയ്യുന്ന ഇരട്ടത്താപ്പ്, എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവധി പരിഗണിക്കാമെന്ന് പറയുകയും ഇരിക്കുന്ന നിമിഷം പരിഗണിക്കില്ല എന്ന് പറയുന്നതും, അതിനെ ന്യായീകരിക്കേണ്ട ന്യായമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ബബ്ബബ്ബ അടിക്കുന്നതാണ് നമ്മൾ കടന്നു പോയത് എന്നുള്ളതാണ്. ബബ്ബബ്ബ അടിക്കുന്ന ഒരവസ്ഥ. എന്ത് മോശമായ രീതികളിലേക്കാണ് ഓരോ നേതാക്കന്മാർക്കും പോകേണ്ടി വരുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഇങ്ങനെ പരിങ്ങലിലാകുമ്പോ തൊട്ടടുത്ത് ആന്റണി നിൽക്കുന്നുണ്ട്, അബിൻ വർക്കി നിൽക്കുന്നുണ്ട്, ബാക്കിൽ കുറെ കോൺഗ്രസ് നേതാക്കന്മാർ നിൽക്കുന്നുണ്ട്, പ്രാദേശിക നേതാക്കന്മാരൊക്കെ. ഇവരുടെ എല്ലാം മുഖം കണ്ടാൽ അറിയാം എത്രമാത്രം പ്രതിരോധിക്കാനാവാത്ത വിധം വലിയൊരവസ്ഥയിലേക്കാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ പോയത് എന്നുള്ളത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ആരെയും കൂസാതെ ആരെയും മുഖവിലക്കെടുക്കാതെ അങ്ങോട്ട് VD സതീശൻ മുമ്പോട്ട് പോകുമ്പോൾ വലിയ രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള, ഈ നാടിൽ ഈ കണ്ട കാലമത്രയും കൃത്യമായി ഗ്രാജുവലി ഓർഗാനിക് ഗ്രോത്തിലൂടെ വളർന്നു വന്ന UDFന്റെ അധികായന്മാരായ നേതാക്കന്മാർ പോലും വട്ടം തിരിഞ്ഞു പോവുകയാണ് എന്നുള്ളതാണ്. വട്ടം തിരിഞ്ഞു പോവുകയാണ്.